പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെബ്രുവരി മാസം 7-ാം തീയതി ഇവിടെ ഈ ദേവാലയത്തിൽ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസങ്ങളിൽ ഈ പള്ളി അങ്കണത്തിലേക്ക് വരുന്നത്. ഈ പള്ളിക്ക് ഈ വർഷം കർത്താവ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, വത്തിക്കാൻ ബസിലിക്കയിൽ എന്ന പോലെ ഈ മഹാജൂബിലിയോടനുബന്ധിച്ച് ഈ തിരുനാൾ ദിനങ്ങളിലും മറ്റു ദിനങ്ങളിലൊക്കെ വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്കും ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവെ അവിടുന്ന് കൊടുക്കുന്ന ആ പൂർണ്ണ ദണ്ഡവിമോചനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ രാവിലെ അതിരാവിലെ മുതൽ തന്നെ രാത്രി വൈകും വരെ കുമ്പസാരം കേൾക്കുന്നതിനായി അനേക വൈദികരാണ് ഇവിടെ ഉള്ളത്. തലകളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വൈദികരിവിടെ ധാരാളം പേര് സന്നിഹിതരാണ്. പരിശുദ്ധ അമ്മയുടെ പൂപ്പന്തലില് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വളരെ പ്രത്യേകമായ രീതിയിൽ അലങ്കരിച്ചു വെച്ചിരിക്കുക. പള്ളിയുടെ മുകളിലുള്ള ഗ്രോട്ടോയിൽ കയറി പരിശുദ്ധ അമ്മയുടെ അടുത്ത് ലൂർദിൽ എന്ന പോലെ കയറി വണങ്ങുന്നതിന് വലിയ പ്രത്യേക സംവിധാനങ്ങളാണ്. പരിശുദ്ധ അമ്മ വാരിക്കോരി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. 10,000 ഉരുണ്ട് നിരങ്ങി പ്രാർത്ഥിക്കുകയാണ് മക്കളെ. അവരോടൊപ്പം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞാൻ വളരെ പ്രത്യേകമാം വിധം സമർപ്പിക്കുക. വളരെ പ്രത്യേകിച്ച് 5 മേഖലകളിലെ ബന്ധനങ്ങൾ വിട്ടുപോകാനുള്ള നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുക. ഈ ദിവസങ്ങളിൽ 5 ബന്ധനങ്ങൾ വിട്ടുമാറാൻ, 5 കുരുക്കുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ ഉറപ്പായിട്ട് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇരുള് വിട്ടുമാറാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ വിട്ടുമാറാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഭയങ്ങൾ വിട്ടുമാറാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾ വർഷങ്ങളുടെ പഴക്കമുള്ള കടബാധ്യതകൾ വിട്ടുമാറാൻ, സ്ഥലക്കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനങ്ങളെ, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക കുരുക്കുകളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടി ഈ തിരുനാൾ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, വിദേശത്ത് അവർക്ക് റെസിഡൻസിന്റെ അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, അവിടെ നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, അതിങ്ങനെ ബന്ധനമായി കിടക്കുന്ന അവസ്ഥയുണ്ട്. ആ മേഖലകളിലെല്ലാം ബന്ധന വിടുതലിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, പരിശുദ്ധ അമ്മ വാരിക്കോരി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിന്റെ മേലുള്ള ഇരുളിനെ, ഇരുട്ടിനെ, സുഖലോലുപതയെ, മദ്യാസക്തിയെ അച്ഛൻ ബന്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് മക്കളാണ് അപേക്ഷ എഴുതിയിടുന്നത്. ഭർത്താവിന്റെ മദ്യപാനം മൂലം കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു. ജീവിത പങ്കാളിയുടെ സ്നേഹക്കുറവ് അതൊരു പിശാചുബാധയായി മാറിയിരിക്കുക. ആ ജീവിത പങ്കാളിയുടെ വളരെ മാനസിക വിഭ്രാന്തി പോലുള്ള പെരുമാറ്റങ്ങൾ വലിയ പിശാചുബാധയായിരിക്കുക. കുഞ്ഞുങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ ധിക്കാരത്തോടുള്ള പെരുമാറ്റങ്ങൾ, അവരുടെ പലർക്കുള്ള ഡിപ്രഷനുകൾ, രാത്രിയിലൊക്കെ പുറത്ത് ചോദിക്കാതെ പോകുക, പുറത്തുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വൈകുന്നത് വരെ ഇരുട്ടത്ത് ഇരുളില് ഒറ്റപ്പെട്ടൊക്കെ കഴിയുക, അതൊക്കെ വലിയ പിശാചുബാധയുടെ ലക്ഷണങ്ങളാണ്. ആ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനങ്ങളിൽ മക്കളെ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളത് ഉറപ്പായിട്ട് വിശ്വസിച്ച് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവേ, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന പരിശുദ്ധ അമ്മേ, ഞാൻ എൻ്റെ സങ്കടങ്ങളും ഈ 5 ബന്ധനങ്ങളുടെ വിടുതലിന് വേണ്ടി ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ സ്വർഗത്തോട് അപേക്ഷിച്ചാൽ
എനിക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. വരാൻ സാധിക്കുന്ന മക്കളെല്ലാവരും പറ്റുന്നത് പോലെ വരാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈ പള്ളിയിൽ നടക്കുന്നത്. പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് 8, 9, 10, 11, 12 തീയതികളിൽ. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ ഇങ്ങനെ വാരിക്കോരി അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. രാത്രി 11-ാം തീയതി രാത്രി ആ ഒരു ദിവ്യകാരുണ്യ ആരാധനയുണ്ട് മക്കളെ. ആ ദിവ്യകാരുണ്യ ആരാധന പള്ളിയുടെ മുകളില് അച്ഛൻ ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറും. വളരെ പ്രത്യേകിച്ച് നിങ്ങളുടെ 5 മേഖലകളിലുള്ള പൈശാചികമായ തിന്മകളും പൈശാചിക ബന്ധനങ്ങളും വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതായത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഭക്തി നിർഭരമായ ആ പ്രദക്ഷിണമുണ്ട് മക്കളെ. വെറും 1/2 കിലോമീറ്റർ ആണ് പ്രദക്ഷിണത്തിന്റെ ദൈർഘ്യമെങ്കിലും അനവധിയായ ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. എൻ്റെ മക്കളെ, അതുകൊണ്ട് ഈ ഒരു പുണ്യ അഭിഷേക ദിനത്തില് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട കൃപ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവര് വിദേശത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് എന്ത് വചനമാണ് കർത്താവ് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് വളരെ ശ്രദ്ധിച്ചു കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം 21, 34, 35 വിശുദ്ധ ലൂക്ക പഠിപ്പിക്കുകയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മദ്യാസക്തിയുടെയും സുഖലോലുപതയുടെയും ജീവിത വ്യഗ്രതയുടെ കാലഘട്ടമാണ്. ഇതിലൂടെ കുടുംബങ്ങൾ തകരുന്നു, യുവജനങ്ങൾ തകരുന്നു, കുഞ്ഞുമക്കൾ തകരുന്നു, സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നു. അപ്പൊ തിന്മയുടെ ആധിപത്യം നമ്മളെ സ്വാർത്ഥമതികളാക്കുന്നു, അഹന്തയുള്ളവരാക്കുന്നു, നമ്മളിലുള്ള ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നു, നമ്മളിലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തുന്നു, മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച ദൈവകൃപകൾ നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് വചനം പറയാ, മക്കളെ, അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രത കാണിക്കണം. കാരണം ആ ഒരു ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ ദുർബലമായി ബന്ധിക്കപ്പെടുന്ന, സാത്താൻ പ്രബലപ്പെടുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എപ്പോ ഒരു കെണി പോലെ, ഒരു കുരുക്ക് പോലെ, ഒരു അപകടം പോലെ എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. വളരെ ജാഗ്രത കാണിക്കണം. വളരെ ജാഗ്രതയുടെ കാലഘട്ടമാണ്. അപ്പൊ അത് നിങ്ങളുടെ ദേഹത്ത്, നിങ്ങളുടെ കുടുംബത്ത്, നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ ബിസിനസ്സില്, നിങ്ങളുടെ പറമ്പില്, നിങ്ങളുടെ അധ്വാനത്തില് വന്ന് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. കാരണം സാത്താൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മദ്യത്തിലൂടെ, സുഖലോലുപതയിലൂടെ, വിദേശത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ, മയക്കുമരുന്നിലൂടെ ഏത് മകനെ തകർക്കണം, ഏത് മകളെ തകർക്കണമെന്ന് അന്വേഷിച്ച് വട്ടം കറങ്ങി നടക്കുകയാണ് മക്കളെ. നമുക്ക് ദൈവത്തിൽ അഭയം തേടാം. പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ തിരുനാളിന്റെ ഈ കാലഘട്ടത്തില് പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോടെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ ഈ തിരുനാൾ കാലഘട്ടത്തില് 5 മേഖലകളില് വിടുതൽ കിട്ടാൻ വേണ്ടി 5 നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ഭക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ബന്ധന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ
എൻ്റെ കർത്താവെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ എൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും പൂർണ്ണമായി ഈ മക്കളിൽ നിന്ന് എടുത്തു മാറ്റണം. ഇവരിൽ നിന്ന് വിട്ടുമാറണം. യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങളെയും മദ്യത്തെ, മയക്കുമരുന്നിനെ, ലഹരിയെ, അതിന്റെ സ്വാധീനങ്ങളെ, കടബാധ്യതകളെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ഞാൻ ശാസിക്കുന്നു, ഞാൻ ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, കൂടോത്ര മന്ത്രവാദ സർപ്പദോഷ അശുദ്ധാരൂപികളെ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കി കളയാം. നിങ്ങളെ ഞാൻ അട്ടിപ്പായിക്കുക. കർത്താവിന്റെ കുരിശൻ ചുവട്ടിലേക്ക് ഓടിച്ചു കളയാം. ഈ വചനം കേൾക്കുന്ന, ഈ അനുദിന ഡെലിവറൻസിന്റെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ പോലും തൊട്ടുപോകരുതെന്ന് യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ അധികാരത്താൽ എല്ലാ തിന്മയുടെ അരൂപികളെ നിത്യനരകാഗ്നിയിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുക. എൻ്റെ അമ്മേ മാതാവേ, പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവേ, അമ്മയുടെ ആ സാത്താനെ തകർത്ത അത്ഭുത ശക്തിയുള്ള കാൽ കീഴിലേക്ക് സകല തിന്മകളെ ഞാൻ ഓടിച്ചു കളയുക. അമ്മ അതിനെ ചവിട്ടി താഴ്ത്തി കളയണമേ. വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മിഖേൽ മാലാഖയുടെയും വിശുദ്ധ ബെനഡിക്റ്റിന്റെയും പ്രാർത്ഥന സഹായം ഞാൻ തേടുക. ഈ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന തമ്പുരാനെ, അങ്ങേക്ക് ഞാൻ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഈ മക്കളുടെ മേലുള്ള എല്ലാ ദുഷ്ടാരൂപികളെ യേശു എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, മർക്കോസ് 16:17 അധികാരം ഉപയോഗിച്ച് ദുഷ്ടാത്മാക്കളെ, അശുദ്ധ ശക്തികളെ, സാത്താൻ കോട്ടകളെ, തിന്മയുടെ അരൂപികളെ ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. 5 മേഖലകളിൽ ഈ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന 5 മേഖലകളിലെ കുരുക്കുകൾ യേശു നാമത്താൽ അഴിഞ്ഞു പോകട്ടെ. യേശു നാമത്താൽ അവ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ in the name of my priesthood I command every spirit of evil to depart from these people. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ എന്റെ പൗരോഹിത്യത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും ഞാൻ ശാസിക്കുന്നു. ഞാൻ അവയെ ബന്ധിക്കുന്നു. അവയെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു. അത്ഭുതകരമായ വിടുതല് ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മേലുള്ള ഓരോ കെട്ടുകൾ അഴിക്കപ്പെടും, ഓരോ ബന്ധനങ്ങൾ അഴിക്കപ്പെടും. ഇത് സ്വർഗത്തിന്റെ ഒരു ശുശ്രൂഷയാണ്, പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ശുശ്രൂഷയാണ്. ഇത് കർത്താവായ യേശുവിന്റെ അധികാരം ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.